ഹായ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ പഴയ ലെഗിൻസ് കൊണ്ട് ഒരു ഡോർമാറ്റാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ റൗണ്ട് ഷേപ്പിലെ ഡോർമാറ്റാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ എല്ലാ വീട്ടിലും ലെഗിൻസൊക്കെ പഴയത് കാണും. അത് ഇലാസ്റ്റിക്കൊക്കെ വലിഞ്ഞിട്ട് ഇടാൻ പറ്റാത്ത പാകത്തിൽ. അപ്പോൾ അതൊക്കെ നമ്മൾക്ക് ഉപയോഗപ്പെടുത്താം. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിപ്പം ഈ ലെഗിൻസിൻ്റെ ഒരു സൈഡ് നോക്കുമ്പോൾ അത് സ്ട്രെച്ചബിൾ അല്ല. അപ്പം വലിയുന്ന സൈഡ് നോക്കിയിട്ട് വേണം നീളത്തിന് നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്യാൻ. ഇതിപ്പോൾ 1.5 ഇഞ്ചാണ്. ഇതിപ്പോൾ 1.5 ഇഞ്ചിൻ്റെ ഒരു പീസും, ഇത് നമ്മൾ സ്ട്രെച്ചബിളായിട്ടുള്ളതാണ് 1.5 ഇഞ്ചിൻ്റെ. ഇപ്പോൾ 2.5 ഇഞ്ചാണ് നെക്സ്റ്റ് പീസ്. 2.5 ഇഞ്ച് വീതിയിലാണ് ഈ പീസ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇത് സ്ട്രെച്ചബിൾ അല്ല. അപ്പോൾ ഈ രണ്ട് പീസും ഫസ്റ്റ് പീസ് നമ്മൾ കട്ട് ചെയ്തിട്ട് അത് വലിച്ചു കൊടുക്കണം. അപ്പോൾ നല്ല വലിഞ്ഞ് നീളത്തിൽ നമ്മൾക്ക് കിട്ടും, നല്ല ഫോൾഡായിട്ട് വരും. അപ്പോൾ ഇത് ഈ രണ്ട് പീസ് കൂടെ നമ്മൾക്ക് ജോയിൻ ചെയ്യണം. അതെങ്ങനെയെന്ന് നോക്കാം. അതിൻ്റെ എൻഡ് വശം ഒരല്പം മടക്കി ഉള്ളിലോട്ട് വെച്ചിട്ട് വീണ്ടും സെൻറ്റർ ഭാഗം നോക്കി ഒന്നുകൂടെ കാണിക്കാം. വീണ്ടും സെൻറ്റർ ഭാഗം സിസർ നേരെ വെച്ചിട്ട് അല്പം കട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ വലുതായിട്ട് പോകും. ഇപ്പം നമുക്കൊരു ചെറിയ കട്ട് മതി. പിന്നെ നെക്സ്റ്റ് പീസും അതുപോലെ തന്നെ കുറച്ച് ഫോൾഡ് ചെയ്തിട്ട് സെൻറ്ററിൽ നോക്കി, സെൻറ്റർ ഭാഗം നോക്കി സിസർ നേരെ സ്ട്രെയിറ്റ് വെച്ച് കട്ട് ചെയ്യണം. ചരിച്ച് വെച്ചാൽ കട്ട് വലുതായി പോവും. ഇപ്പോൾ ഈ രണ്ട് പീസും കൂടെ നമ്മൾക്ക് ജോയിൻ ചെയ്യണം. അത് ഒരു പീസ്, രണ്ട് പീസിൻ്റെയും കൂടെ നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഒന്നായിട്ട് വരണം. ഒരു സൈഡ് ഒരു വശം അടിയിലും ഒരു വശം മുകളിലുമായിട്ടാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ അടിയിൽ വെച്ചതിൻ്റെ എൻഡ് അറ്റം, ആ പീസിൻ്റെ അറ്റം എൻഡ് വശം കൊണ്ടുവന്ന് ഈ രണ്ട് ഹോളിൽ കൂടിയും താഴെ കൊണ്ടുവന്നിട്ട് പിടിച്ച് ടൈറ്റ് ചെയ്യണം. ഇപ്പോൾ രണ്ടും കൂടെ അത് ജോയിൻ്റായി കിട്ടും നമ്മൾക്ക്. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് സൂചി നൂലും വെച്ച് സ്റ്റിച്ച് ചെയ്തും വയ്ക്കാം. ശേഷം നമ്മൾക്ക് ഒരു ചെറിയ ഹോൾ കട്ട് ചെയ്യണം. അത് നമ്മൾക്ക് ഹെയർ പിൻ ഉപയോഗിച്ചാണ് ഞാൻ ചെയ്യുന്നത്. സേഫ്റ്റി പിൻ ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. ഇത് രണ്ടിലും നമ്മൾക്ക് ചെയ്യാം. പിൻ ഉപയോഗിച്ചോ നമുക്ക് ഹെയർ പിൻ ഉപയോഗിച്ചും ചെയ്യാം. ഇനി നമ്മൾക്കത് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ രണ്ട് പീസും കൂടിയാണ് ജോയിൻ ചെയ്തത്. നമ്മൾ വലിയ പീസ് 2.5 ഇഞ്ചിൻ്റെ പീസ് നമ്മൾ ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ അത് സെൻറ്ററിലായിട്ട് അങ്ങനെ തന്നെ കിടക്കണം. എന്നിട്ട് നമ്മൾക്ക് 1.5 ഇഞ്ചിൻ്റെ ആ പീസാണ് നമ്മളെടുത്ത് 2.5 ഇഞ്ചിൻ്റെ പീസിലാണ് നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ 2.5 ഇഞ്ച് പീസിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾക്ക് ഇത് കൊണ്ടുവരേണ്ടുന്നത്. ഫസ്റ്റ് പീസിനെ വീണ്ടും നോക്കാം. നമുക്ക് ബട്ടൺ ഹോൾ സ്റ്റിച്ച് പോലെ തന്നെയാണ് ചെയ്യുന്നത്, ഈസിയാണ്. ഇങ്ങനെ ടേബിളിൻ്റെ പുറത്ത് അങ്ങനെ വെച്ചിട്ടൊക്കെ നല്ല പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇത് പിന്നെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മളതിൽ ഓരോ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ രണ്ടാമത്തെ സ്റ്റിച്ചാണ് ചെയ്തത്. അതൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുത്താൽ നല്ല നീറ്റായിരിക്കും ചെയ്ത് വരുമ്പോൾ കാണാൻ. നമ്മൾക്ക് ആ സെൻറ്ററിലെ ഗ്രീൻ ക്ലോത്തിൻ്റെ അടിയിൽ കൂടി വേണം പിന്ന് എടുക്കാൻ. ശേഷം
കുറച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ 3 സ്റ്റിച്ച് ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ 4 സ്റ്റിച്ച് നമ്മൾ ചെയ്തു. ഇപ്പോൾ 1.5 ഇഞ്ചിൻ്റെ പീസിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. മറ്റേത് സെൻറ്ററിൽ ആണ്. അപ്പോൾ ഈ 1.5 ഇഞ്ചിൻ്റെ പീസ് നമ്മൾക്ക് കൂടുതലാകും. 2.5 ഇഞ്ചിൻ്റെ കുറച്ചേ ആവത്തുള്ളൂ. അപ്പോൾ ഇത് ഫുള്ള് ചെയ്തിട്ട് കാണിക്കാം. നമുക്കിപ്പം 7 സ്റ്റിച്ചാണ് ഞാനിതിൽ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് റൗണ്ടായിട്ട് ജോയിൻ ചെയ്യണം. നമ്മൾ റൗണ്ട് ഷേപ്പാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്ത സ്റ്റിച്ചല്ല, നമ്മൾ ഫസ്റ്റ് മടക്കി ഇങ്ങനെ രണ്ടും കൂടെ ചേർത്ത് വെച്ച് അവിടെ കൂടെ സേഫ്റ്റി പിന്ന് കുത്തി താഴെ കൊണ്ടുവരണം. ശേഷം നമുക്ക് ആ ബ്ലൂവിൻ്റെ അടിയിൽ കൂടി വരണം നമ്മൾക്ക് പിന്ന്. എന്നിട്ട് നമ്മൾക്ക് ജോയിൻ ചെയ്യണം. ശേഷം നമുക്ക് ടൈറ്റ് ചെയ്ത് സെൻറ്ററിൽ ഗ്യാപ്പ് വരാത്ത വിധം നമുക്ക് ടൈറ്റ് ചെയ്ത് നമുക്കൊരു റൗണ്ട് ഷേപ്പ് വന്നിട്ടുണ്ട്. ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തായാലും ഇപ്പോൾ നമ്മൾക്ക് മുകൾ വശത്ത് നമ്മൾക്ക് റെഡ് പീസാണ് വന്നിരിക്കുന്നത്. അടിയിലാണ് ഗ്രീൻ കളർ, ബ്ലൂ കളറ്. ഇനി നമുക്ക് അടുത്ത റൗണ്ട് നോക്കാം. അപ്പം നമുക്ക് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. അതിൽ 7 സ്റ്റിച്ചായിരുന്നു ഞാൻ ചെയ്തത്. ശേഷം ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട് നോക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്ത ഓരോ സ്റ്റിച്ചും 7 സ്റ്റിച്ചസ് ഉണ്ട്. അതിൽ ഓരോന്നിലും 2 സ്റ്റിച്ച് ചെയ്യണം നമ്മൾക്ക്. ഇപ്പോൾ ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിൻ്റെ ആ ഗ്യാപ്പിലാണ് നമ്മൾക്ക് ചെയ്യേണ്ടത്. നമ്മൾ ക്രോഷിയൊക്കെ ചെയ്യുമ്പോൾ ആ ചെയിൻ സ്റ്റിച്ചിൻ്റെ വിടവിൽ കൂടി ചെയ്യുന്ന അതേപോലെ തന്നെയാണ് ഇത്. ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ 1 ചെയ്ത് കഴിഞ്ഞു. 1 സ്റ്റിച്ച് ചെയ്തു. ഇപ്പോൾ ഒരേ ഗ്യാപ്പിൽ 2 എണ്ണം വീതമാണ് ചെയ്യേണ്ടുന്നത്. 2 സ്റ്റിച്ച് വീതമാണ് എല്ലാ ഗ്യാപ്പിലും ചെയ്യേണ്ടുന്നത്. സെയിം ഗ്യാപ്പിൽ തന്നെ 1 കൂടി ചെയ്യണം. അപ്പോൾ ഇത് രണ്ടാമത്തെ സ്റ്റിച്ചാണ്. സെയിം ഗ്യാപ്പിൽ തന്നെ നമ്മൾ 2 സ്റ്റിച്ച് ചെയ്യണം. 1 ചെയിനിൽ തന്നെയാണ് നമുക്ക് ഒരു ഗ്യാപ്പിൽ തന്നെ 2 സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് നമുക്ക് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി നമ്മൾക്കൊരു പിന്ന് ചെയ്തു വെക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൻ്റെ വിടവിലും നമുക്ക് 2 സ്റ്റിച്ച് ചെയ്യണം. സെയിം ഗ്യാപ്പിൽ തന്നെ 2 സ്റ്റിച്ച് വേണം. ഈ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെയാണ്. എപ്പോഴും നമ്മൾ ആ സെൻറ്റർ പീസിൻ്റെ അടിയിൽ കൂടി വേണം ഹെയർ പിൻ എടുക്കാൻ. ശേഷം പതുക്കെ അത് കുറച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. സെൻറ്ററിലെ ഇടയ്ക്ക് ഒന്ന് വലിച്ചു കൊടുക്കണം. ഇപ്പോൾ 7 സ്റ്റിച്ചിൽ നമ്മൾ 2 സ്റ്റിച്ച് വീതം ചെയ്യണം. ഓരോ വിടവിലും നമ്മൾക്ക് 2 ആണ് ചെയ്യേണ്ടുന്നത്. ഇപ്പോൾ 7 സ്റ്റിച്ചിലും 2 സ്റ്റിച്ച് വീതം ചെയ്ത് ഈ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം.
ഓരോ സ്റ്റിച്ചിലും 2 സ്റ്റിച്ച് വീതം. ആ ഗ്യാപ്പിലാണ് നമ്മൾക്ക് ചെയ്യേണ്ടുന്നത്. അപ്പോൾ നമ്മൾ ഓരോ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആവുകയാണ്. നമുക്ക് ഓരോ സ്റ്റിച്ചിലും 2 സ്റ്റിച്ച് വീതം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആയി. നമ്മൾ ക്രോഷ്യോ ചെയ്യുന്ന പോലെ ഇത് റൗണ്ട് നമ്മൾ ജോയിൻ ചെയ്യാതെ നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. അതുകൊണ്ടാണ് നമ്മൾ പിന്ന് ചെയ്ത് വെക്കണമെന്ന് പറയുന്നത്. സേഫ്റ്റി പിൻ കുത്തി വെച്ചാൽ മതി. ഫസ്റ്റ് റൗണ്ട് നമ്മൾ 7 സ്റ്റിച്ച് ചെയ്തു. ജോയിൻ ചെയ്തതിന് ശേഷം ആ ഓരോ സ്റ്റിച്ചിലും നമ്മൾ ഓരോ സ്റ്റിച്ചിലും 2 വീതം ചെയ്ത് നമ്മൾ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് തേർഡ് റൗണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ റൗണ്ട് നമ്മൾ 2 വീതമാണ് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയത്. ഇപ്പോൾ തേർഡ് റൗണ്ടാണ്. തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ചെയ്തത് 2-1-2-1 അങ്ങനെയാണ് തേർഡ് റൗണ്ട് ഞാൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ 2 സ്റ്റിച്ച് ചെയ്യുന്നു. സെക്കൻഡ് സ്റ്റിച്ചിൽ 1, വീണ്ടും തേർഡ് സ്റ്റിച്ചിൽ 2, ഫോർത്ത് സ്റ്റിച്ചിൽ 1 അങ്ങനെയാണ് 2-1-2-1. അതേ മെത്തേഡാണ് തേർഡ് റൗണ്ട് കണ്ടിന്യൂ ചെയ്യേണ്ടുന്നത്. ഇപ്പോൾ തേർഡ് റൗണ്ട് 2-1 വീണ്ടും 2 ആണ് ചെയ്യേണ്ടുന്നത്. തേർഡ് റൗണ്ട് 2-1-2-1 അങ്ങനെയാണ്. ഇങ്ങനെ ഓരോ സ്റ്റിച്ചിലും 2-1-2-1 വീതം ചെയ്ത് തേർഡ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം. അത് കട്ട് വശം കാണാതെ സെൻറ്ററിലെ പീസ് നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുത്താൽ നന്നായിരിക്കും. ഇപ്പോൾ തേർഡ് റൗണ്ട് 2-1-2-1 ഇതേ മെത്തേഡിൽ കണ്ടിന്യൂ ചെയ്ത് ഇപ്പോൾ ഞാൻ അത് കണ്ടിന്യൂ ചെയ്ത് തേർഡ് റൗണ്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഫോർത്ത് റൗണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ജോയിൻ ചെയ്യാതെയാണ് നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫോർത്ത് റൗണ്ടാണ് നമുക്കിനി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫോർത്ത് റൗണ്ടിൽ നമ്മൾ ചെയ്യേണ്ടുന്നത് 2-1-1 ഇതേ മെത്തേഡിലാണ്. 2 ഒരു സ്റ്റിച്ചിൽ 2 നെക്സ്റ്റ് 1 നെക്സ്റ്റ് 1 നെക്സ്റ്റ് 2 വീണ്ടും 1-1 2-1-1-2-1-1 ഇതേ മെത്തേഡിലാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടുന്നത്. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് സ്റ്റിച്ചിൽ ഞാൻ 2 ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഗ്യാപ്പിൽ 1 സ്റ്റിച്ച് ചെയ്താൽ മതിയാകും.
1 സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റിച്ചിൽ വീണ്ടും 1 ചെയ്യണം. 2 1 1 2 1 1. നമ്മൾ നേരത്തെ ഈ പീസെല്ലാം കൂടെ നമുക്ക് ജോയിൻ ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. നമുക്ക് അപ്പോൾ ജോയിൻ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നമ്മൾക്ക് ഇത് വലിച്ചെടുക്കുമ്പോൾ കെട്ട് വശം കൊണ്ട് നമുക്ക് വലിച്ചെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് വലിഞ്ഞു പോകും. അത് വലിച്ചെടുക്കാനും നമ്മൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ടു 1 1 ആണ് ചെയ്യേണ്ടുന്നത്. അത് ഒരെണ്ണം ഞാൻ 2 ചെയ്ത് അങ്ങനെ അയച്ചതാണ്. ഇവിടെ 2 1 1 2 1 1 കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് 2 സ്റ്റിച്ച് ചെയ്യേണ്ടുന്നത്. അത് ഒരെണ്ണം എനിക്ക് തെറ്റിയതാണ്. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് 4th റൗണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റിച്ചിൽ 2, നെക്സ്റ്റ് 1, നെക്സ്റ്റ് 1, നെക്സ്റ്റ് 2, വീണ്ടും 1 1 അങ്ങനെയാണ്. 2 1 1 നെക്സ്റ്റ് 2. ടു 1 1 2 അങ്ങനെയാണ് നമുക്ക് ഈ 4th റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടുന്നത്. ഇതേ മെത്തേഡിലാണ് എല്ലാ സ്റ്റിച്ചിലും ചെയ്യുക. ഇപ്പോൾ ഒരെണ്ണം കൂടിയോ കുറഞ്ഞോ പോയെന്ന് കരുതി നമ്മൾക്കൊന്നും ഇല്ല. ഇത് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ ഞാൻ 4th റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നിടത്ത് നിന്നാണ് നമ്മൾ 4th റൗണ്ട് സ്റ്റാർട്ട് ചെയ്തത്. അത് നമ്മൾക്ക് ഇവിടെയാണ് നമുക്ക് എൻഡ് ആയത്. നമ്മൾ ഓരോ റൗണ്ട് നമ്മൾ ജോയിൻ ചെയ്യാതെ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി നമ്മൾ 5th റൗണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 5th റൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഫിഫ്ത്ത് റൗണ്ട് നമ്മൾ 1 വീതമാണ് നമ്മൾ ചെയ്തത്. എല്ലാ സ്റ്റിച്ചിലും 1 1 മതിയായിരുന്നു. 5th റൗണ്ട് 1 സ്റ്റിച്ച്, എല്ലാ സ്റ്റിച്ചിലും 1 1 1 1 അങ്ങനെയാണ് 5th റൗണ്ട് കംപ്ലീറ്റ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ 6th റൗണ്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ 6ാമത്തെ റൗണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇനി ഇപ്പോൾ നമ്മൾ ഓരോ സ്റ്റിച്ചിലും നമ്മൾ 2 2 വീതമാണ് ചെയ്യേണ്ടത്. കാരണം നമുക്ക് ഇത് വലിപ്പത്തിൽ കിട്ടാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ 2 വീതം ചെയ്യണമെന്നുണ്ട്. കഴിഞ്ഞ റൗണ്ടിൽ നമ്മൾ 1 1 വീതമാണ് ചെയ്തത്. ഇപ്പോൾ ഇതിൽ ഓരോ സ്റ്റിച്ചസിലും നമ്മൾ 2 പ്രാവശ്യം വീതം ചെയ്യുന്നു. 2 സ്റ്റിച്ച് വീതം ചെയ്ത് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് 7th റൗണ്ടാണ്. ഇപ്പോൾ ഇത് നമ്മൾ എല്ലാ സ്റ്റിച്ചസിലും 2 വീതമാണ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ റൗണ്ട് എൻഡായി.
ഇനി നമ്മൾ 8 റൗണ്ടാണ് ചെയ്യുന്നത്. ഈ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. 1 വീതമാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ 2 വീതം ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും 1 ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 7th റൗണ്ടാണ്. 7th റൗണ്ട് നമുക്ക് എൻഡ് ആയി കഴിഞ്ഞു. നമുക്ക് ശേഷം നമുക്ക് ജോയിൻ ചെയ്യാൻ നെക്സ്റ്റ് കളറാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. വൺ വീതം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി 8th റൗണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് എല്ലാത്തിലും 1 വീതമാണ് വീണ്ടും നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പം നമ്മൾ ഓരോ സ്റ്റിച്ചസിലും 1 വീതമാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഞാൻ 2 റൗണ്ട് 1 വീതം ചെയ്ത് കഴിഞ്ഞ് കംപ്ലീറ്റ് ആക്കി. ഇപ്പോൾ 1 വീതം 2 റൗണ്ട് ചെയ്ത് കഴിഞ്ഞു. വൈറ്റ് നൂല് സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ 2 റൗണ്ടാണ് ചെയ്തത്. 2 റൗണ്ടും ഓരോ സ്റ്റിച്ചസിലും 1 വീതമാണ് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയത്. അപ്പോൾ നമ്മൾ 8th റൗണ്ട് 9th റൗണ്ടും ചെയ്തു. എയ്ത്ത് റൗണ്ട് 9th റൗണ്ടും കംപ്ലീറ്റ് ആക്കി. ഇനി നമുക്ക് 10th റൗണ്ടാണ് ഇനിയിപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മൾ ഓരോ സ്റ്റിച്ചസിലും 2 സ്റ്റിച്ചസ് വീതം ചെയ്യണം. നമുക്ക് 2 2 2 എന്നാണ് നമുക്ക് ചെയ്യേണ്ടുന്നത്. ഓരോ സ്റ്റിച്ചസിലും 2 വീതം ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പോൾ ഞാൻ ഇത്രയും ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ 10th റൗണ്ടും കഴിഞ്ഞു. ശേഷം 11 12 13 14 വരെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ കാണിച്ചിരുന്നത് നമ്മൾ 2-ൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ കാണിച്ചിട്ടുള്ളായിരുന്നു. നമ്മൾ വൈറ്റ് നൂലിൽ 2 സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് എല്ലാ സ്റ്റിച്ചസിലും 2 ചെയ്തു. നമ്മൾ മുകളിലാണ് അവിടെ ഫിനിഷ് ചെയ്യുന്നത്. കംപ്ലീറ്റ് ചെയ്ത് വന്നിട്ട് നെക്സ്റ്റ് ഞാൻ ചെയ്തത് 1 വീതമാണ് ചെയ്തിരിക്കുന്നത്. 2 റൗണ്ടും 1 വീതം ചെയ്തു. വൈറ്റ് നൂലിൽ വൈറ്റ് പീസിൽ. ശേഷം 2 റൗണ്ടും കൂടി വീണ്ടും ചെയ്തു. അത് റെഡ് പീസിലാണ് 2 റൗണ്ട്. അതും 1 വീതമാണ് ചെയ്തത്. അതിന് ശേഷം ഇപ്പോൾ ഞാൻ 1 റൗണ്ട് കൂടി ചെയ്തു. അതും 1 വീതമാണ്. എല്ലാ സ്റ്റിച്ചസിലും 1 വീതമാണ്. അഥവാ നിങ്ങൾക്കിങ്ങനെ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഫോൾഡായിട്ട് വരുന്നു, ഫ്ലാറ്റായിട്ട് കിടക്കുന്നില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക്
ഓരോ സ്റ്റിച്ചസിലും 2 വീതം കൊടുക്കാം. ഇടുങ്ങി വരാതെ. ശേഷം ഞാൻ ടോട്ടൽ 15 റൗണ്ടാണ് ഞാൻ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയത്. ഇനി നമ്മൾക്കത് നമ്മൾ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഒരുപാട് വലിയ ഹോളാകും അതപ്പോൾ നമുക്ക് അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് നെക്സ്റ്റ് ജോയിൻ ചെയ്യാൻ. പിന്നുകൊണ്ട് വലിഞ്ഞ് വലുതാകും. അപ്പോൾ നമ്മൾക്കത് കട്ട് ചെയ്തിട്ട് വേറെ ഒരു ചെറിയ കട്ട് കൊടുത്തിട്ട് നമ്മൾക്ക് നെക്സ്റ്റ് പീസ് ജോയിൻ ചെയ്യണം. ശേഷം ഫസ്റ്റ് പീസിൻ്റെ അടിയിൽ കൊണ്ടുവച്ചിട്ട് 2 ഹോൾ സൈഡും കൂടെ ചേർത്ത് വെച്ചിട്ട് രണ്ടാമത്തെ പീസിൻ്റെ അടിയിലത്തെ പീസിൻ്റെ അറ്റം എൻഡ് എടുത്തിട്ട് മുകളിൽ കൂടി താഴേക്ക് കൊണ്ടുവന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി വലിച്ച്. അപ്പോൾ നമുക്ക് ഇളകി പോകത്തില്ല. ഇതേപോലെ ഇത്തിരി കൂടെ വലുതും ചെയ്യാം. നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം വലിയതും ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്റ്റിച്ചിലും 2 വീതം കൊടുത്ത് നെക്സ്റ്റ് 1 നെക്സ്റ്റ് 2 1 2 1 അങ്ങനെയൊക്കെ നമുക്ക് കൊടുത്ത് ചെയ്യാം. ഇനി നമുക്കത് ജോയിൻ ചെയ്യണം. നമ്മൾ ഫിനിഷ് ചെയ്യുകയാണ് ഈ റൗണ്ട്. 15 റൗണ്ട്സാണ് ഞാൻ ചെയ്തത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ലൈനിൽ ചെയ്ത് ഇത് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ അവിടെ കൊണ്ടുചെന്ന് ആ സ്റ്റിച്ചിൽ കൂടെ നൂലിനെ താഴെ കൊണ്ടുവന്നിട്ട് ഈ ക്ലോത്തിനെ താഴെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ അതിൻ്റെ സൈഡ് കുറച്ച് കട്ട് ചെയ്യുക. നമ്മൾക്ക് കെട്ട് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഒതുങ്ങി കിട്ടും. ശേഷം നമ്മൾക്കത് കുറച്ച് കട്ട് ചെയ്തിട്ട് അടിയിലെ ഉള്ളിലോട്ട് വലിച്ചും വെക്കാം. ബാക്ക് സൈഡിൽ ഇല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തും വെക്കാം. ഇപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതൊരു ചെറിയ പീസും കൂടി ചെയ്തത്. ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. നല്ല നീറ്റായിട്ട് വരും. അതിൻ്റെ സൈഡ് നോക്കിയാൽ തന്നെ അറിയാം. നല്ല നീറ്റായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ചവിട്ടാൻ പോലും തോന്നാത്ത വിധം അത്രയ്ക്ക് ഭംഗിയാണ്. വൈറ്റ്